റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിഷ്കരിച്ച പാർക്കിംഗ് ഫീസ് വർധനവ് ഉടൻ പിൻവലിക്കുമെന്ന് റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം കൂടിയായ കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ടിരുന്നതായും അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും എം പി അറിയിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിൽ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിഷ്കരിച്ച പാർക്കിംഗ് ഫീസ് വർധന ഉടൻ പിൻവലിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് തടയണമെന്ന ആവശ്യമുന്നയിച്ച് കഴിഞ്ഞയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ടിരുന്നതായും വർദ്ധിപ്പിച്ച റെയിൽവേ പാർക്കിംഗ് ഫീസ് അടിയന്തരമായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും എം പി പറഞ്ഞു. വിഷയത്തിൽ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും എം പി അറിയിച്ചു. റെയിൽവേ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നേരത്തെ രേഖാമൂലം ഉറപ്പു ലഭിച്ച തിരുവനന്തപുരം ബാംഗ്ലൂർ SMVT വന്ദേ ഭാരത് സ്ലീപ്പർ, കൊല്ലം ഈറോഡ് എക്സ്പ്രസ്, കൊല്ലം തിരുച്ചെന്തൂർ മെമു എന്നീ സർവീസുകൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും കോട്ടയത്തു നിന്നും ആരംഭിച്ച് രാമേശ്വരം വഴി പോകാൻ കഴിയുന്ന തരത്തിൽ പുതിയ ട്രെയിനും കന്യാകുമാരിയിൽ നിന്നും കോട്ടയം വഴി കൊങ്കൺ റൂട്ടിലൂടെ ന്യൂഡൽഹിയിലേക്ക് പുതിയ ട്രെയിൻ സർവീസും ആരംഭിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. നിലമ്പൂരിൽ നിന്നും കോട്ടയത്ത് സർവീസ് അവസാനിപ്പിക്കുന്ന ട്രെയിൻ ചാലിയാർ എക്സ്പ്രസ് എന്ന പേരിൽ പുനലൂരിലേക്ക് സർവീസ് നീട്ടണമെന്നും മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായി എം പി പറഞ്ഞു. നേരത്തെ ഉറപ്പ് ലഭിച്ച പുതിയ ട്രെയിൻ സ്റ്റോപ്പുകൾ എത്രയും വേഗം അനുവദിക്കണമെന്നും മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചതായി എം പി പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.